പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഒരു പഴയ തറവാട് വീട്. കുടുംബം വീട് റിനോവേറ്റ് ചെയ്ത് താമസിക്കാൻ തീരുമാനിച്ചു. ഞാൻ റിനോവേഷൻ വർക്ക് നോക്കാൻ കുറച്ച് ദിവസത്തേക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. ആദ്യ ദിവസം ഒന്നും സംഭവിച്ചില്ല. രണ്ടാം ദിവസം രാത്രി മുകളിലെ അടച്ചിട്ട മുറിയിൽ നിന്ന് കസേര വലിക്കുന്ന ശബ്ദം കേൾക്കുന്നു. മൂന്നാമത്തെ ദിവസം ജോലിക്കാർ പറയുന്ന ഒരു കാര്യം എന്നെ ഞെട്ടിച്ചു. സാർ, ഈ വീട്ടിൽ ഞങ്ങൾ പകൽ മാത്രമേ ജോലി ചെയ്യൂ. രാത്രി ഇവിടെ ആരോ നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രശ്നം അതല്ല. റിനോവേഷൻ ചെയ്യുന്നതിനിടെ പഴയ ചുമരിൻ്റെ ഒരു ഭാഗം പൊളിച്ചപ്പോൾ അതിനുള്ളിൽ നിന്നൊരു പഴയ മരവാതിൽ കണ്ടെത്തുന്നു. ആ വാതിൽ വീടിൻ്റെ ഒറിജിനൽ പ്ലാനിലില്ല. താക്കോലും കിട്ടുന്നില്ല. അന്ന് രാത്രി ആ വാതിൽ അകത്ത് നിന്ന് 3 തവണ മുട്ടുന്നു. പാലക്കാട് ടൗണിൽ നിന്ന് കുറച്ച് ദൂരം മാറിയുള്ള ഒരു സ്ഥലത്താണ് ആ തറവാട്. ആ വീട് ഞാൻ ആദ്യമായി കാണുന്നത് വൈകുന്നേരം 6 മണിയോടെയാണ്. വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ വീട് വെറുതെ പഴയതായി കിടന്നതല്ല, വർഷങ്ങളായി ആരും തൊടാത്തതായിരുന്നു. മുറ്റം മുഴുവൻ കാട് പിടിച്ചിട്ടുണ്ട്. പഴയ ഓടുകൾ പലതും പൊട്ടിയിട്ടുണ്ട്. വരാന്തയിലെ മരത്തൂണുകളിൽ പച്ചപ്പും പൂപ്പലും പിടിച്ചിരിക്കുന്നു. എൻ്റെ കൂടെ റിനോവേഷൻ കോൺട്രാക്ടറായ ഷമീറും ഉണ്ട്. അവൻ വീടിൻ്റെ താക്കോൽ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ചേട്ടാ, നാളെ രാവിലെ വർക്കേഴ്സ് വരും, ഇന്നിവിടെ നിൽക്കണ്ട. ഞാൻ ചിരിച്ചു. അതെന്താ? അവനൊന്നും പറയാതെ വീടിൻ്റെ മുകളിലേക്ക് നോക്കി. ഒന്നുമില്ല ചേട്ടാ, ഈ വീട് കുറച്ച് സ്ട്രേഞ്ചാണ്. അത്രയും പറഞ്ഞിട്ട് അവൻ പോയി. ഞാൻ വീടിനുള്ളിലേക്ക് കയറി. ആദ്യത്തെ കുറച്ച് മണിക്കൂർ എല്ലാം നോർമലായിരുന്നു. പഴയ ഫർണിച്ചറെല്ലാം മാറ്റി. ഇലക്ട്രിസിറ്റി കണക്ഷനും പരിശോധിച്ചു. മൊബൈൽ നെറ്റ്വർക്ക് വളരെ വീക്കായിരുന്നു അവിടെ. രാത്രി ഏകദേശം 11 മണിയായപ്പോൾ ഞാൻ കിടക്കാൻ പോയി. അപ്പോഴാണ് ഒരു ശബ്ദം. ഞാൻ കണ്ണു തുറന്നു. വീടിൻ്റെ മുകളിലെ നിലയിൽ നിന്ന് എന്തോ വീണതുപോലെ. കുറച്ച് സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും. ഞാൻ ടോർച്ചെടുത്ത് പുറത്തേക്കിറങ്ങി. പടികൾ കയറി മുകളിലെത്തി. അവിടെ ഒരു നീണ്ട കോറിഡോറ്, അവസാനം ഒരു മുറിയും. വാതിൽ പുറത്തു നിന്ന് പഴയ ചെയിൻ കൊണ്ട് പൂട്ടിയിട്ടുണ്ട്. ഞാൻ താഴേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ആ മുറിയുടെ അകത്ത് നിന്ന് ഒരു കസേര വലിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ അവിടെ തന്നെ നിന്നുപോയി. അകത്താരെങ്കിലും ഉണ്ടോ? ഞാൻ പതുക്കെ വാതിലിനടുത്തേക്ക് ചെന്നു. ആരാ? ഒന്നുമില്ല. വീണ്ടും ചോദിച്ചു, ആരാ അകത്ത്? അപ്പോഴാണ് അകത്തു നിന്നൊരു ചെറിയ കുട്ടിയുടെ ശബ്ദം കേട്ടത്. വാതിൽ തുറക്കല്ലേ. എൻ്റെ ശരീരം മുഴുവൻ തണുത്തുപോയി. കാരണം ആ മുറിയിൽ നിന്ന് ആ ശബ്ദം വരുന്നത് മാത്രമല്ല, എൻ്റെ പിന്നിൽ നിന്നുമാണ് അതേ ശബ്ദം കേട്ടത്. ഞാൻ പതുക്കെ തിരിഞ്ഞു. കോറിഡോർ ശൂന്യമാണ്. പക്ഷേ താഴത്തെ നിലയിൽ നിന്ന് ആരോ ഓടി വരുന്നൊരു ശബ്ദം. ഞാൻ ഒന്നും നോക്കാതെ താഴേക്കോടി. ആ രാത്രി പിന്നെ ഞാൻ ഉറങ്ങിയില്ല. പിറ്റേന്ന് രാവിലെ ജോലിക്കാർ വന്നപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞു. അവരിൽ ഒരാൾ മാത്രം ഒന്നും പറയാതെ നിന്നു. അവസാനം അവൻ പതുക്കെ ചോദിച്ചു, സാർ, ഇന്നലെ രാത്രി മുകളിലെ മുറിയിൽ നിന്ന് ആ ശബ്ദം കേട്ടോ? ഞാൻ അവനെ നോക്കി. അവൻ പറഞ്ഞു, അത് കേൾക്കുന്നത് ആദ്യമായിട്ടല്ല സാർ. അവൻ പറഞ്ഞ അടുത്ത വാക്കുകളാണ് ഈ റിനോവേഷൻ മുഴുവൻ മാറ്റിമറിച്ചത്. ആ മുറി ഞങ്ങൾ പൊളിക്കാൻ പാടില്ലെന്ന് പഴയ ഓണർ പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ടാണ് ആ മുറി പൊളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്? അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു, അറിയില്ല സാർ, പഴയ വീട്ടുകാരുടെ ഓർഡറാണ്. ഞങ്ങൾ ഇതുവരെ ആ മുറിയിൽ കൈവച്ചിട്ടില്ല. ഞാൻ മുകളിലേക്ക് നോക്കി. ഇനി റിനോവേഷൻ ചെയ്യുമ്പോൾ ആ മുറിയും പൊളിക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ വർക്കേഴ്സ് തമ്മിൽ നോക്കി. അവസാനം ഷമീർ പറഞ്ഞു, ചേട്ടാ, മുറി പൊളിക്കാം, പക്ഷേ പകൽ സമയത്ത് മാത്രം. അത് ഞാൻ സമ്മതിച്ചു. അന്ന് രാവിലെ തന്നെ പണിയും തുടങ്ങി. ആദ്യം താഴത്തെ നിലയിലെ പഴയ ചുമരുകൾ പൊളിച്ചു, മരം മാറ്റി, തറയിലെ പഴയ ടൈൽസും എടുത്തു. ഉച്ചയ്ക്ക് ഏകദേശം 2:30 ഒരു വർക്കർ വിളിച്ചു, സാർ, ഇവിടെ ഒന്ന് നോക്കണം. ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ ചൂണ്ടിക്കാണിച്ചത് പഴയ ഒരു ചുമരായിരുന്നു. ചുമരിൻ്റെ പ്ലാസ്റ്റർ പൊളിച്ചപ്പോൾ അതിനടിയിൽ ഒരു മരത്തിൻ്റെ ഫ്രെയിം കാണുന്നുണ്ട്. ഞാൻ കൈകൊണ്ട് പൊടിയൊക്കെ മാറ്റി. അതൊരു വാതിലായിരുന്നു. പക്ഷേ ആ വാതിൽ ഒരു മുറിയിലേക്കല്ലായിരുന്നു. വീടിൻ്റെ പുറത്തു നിന്നുള്ള വാളിൻ്റെ നടുവിലാണത്. അതിനപ്പുറം എന്താണെന്ന് ആർക്കും അറിയില്ല. ഷമീർ പഴയ പ്ലാൻ എടുത്തു നോക്കി.
അവിടെ ആ ഭാഗത്തൊരു മുറിയോ പാസേജോ ഒന്നും കാണുന്നില്ല. ഇതെങ്ങനെ ഇവിടെ വന്നു? ആരും മറുപടി പറഞ്ഞില്ല. വാതിലിന് ഒരു പഴയ ഇരുമ്പ് ലാച്ച് ഉണ്ടായിരുന്നു. ഞാനത് തൊട്ടപ്പോൾ തന്നെ തണുത്ത വെള്ളം കയ്യിൽ വീണതുപോലെ തോന്നി. ഞാൻ കൈ പിൻവലിച്ചു. പക്ഷേ എൻ്റെ വിരലുകളിൽ വെള്ളമൊന്നുമില്ലായിരുന്നു. അന്ന് വൈകുന്നേരം പണി നിർത്തി. വർക്കേഴ്സ് പോയതിനു ശേഷം ഞാൻ മാത്രം വീട്ടിൽ പോയി. രാത്രി ഏകദേശം 10:30. ഞാൻ താഴത്തെ മുറിയിലിരുന്ന് ഫോൺ നോക്കുകയായിരുന്നു. അപ്പോഴാണ് മുകളിലെ കോറിഡോറിൽ നിന്ന് ശബ്ദം. ഞാൻ തല ഉയർത്തി. വീണ്ടും ആ ശബ്ദം നേരെ ആ പഴയ മുറിയിൽ നിന്നായിരുന്നു. ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി മുകളിലേക്ക് നടന്നു. പഴയ ചെയിൻ ഇപ്പോഴും വാതിലിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചെയിൻ താഴെ നിലത്ത് കിടക്കുന്നു. വാതിൽ പകുതി തുറന്നിരുന്നു. ഞാൻ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. അകത്ത് മുഴുവൻ ഇരുട്ട്. ആരാ? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല. ഞാൻ ഫ്ലാഷ് ലൈറ്റ് അകത്തേക്ക് തെളിച്ചു. മുറിയിലൊന്നും കാണുന്നില്ല. ഒരു പഴയ മരക്കസേര മാത്രം, അത് മുറിയുടെ നടുവിൽ. ഞാൻ ഇന്നലെ കണ്ടതും അതേ കസേര. ഞാൻ പതുക്കെ അകത്തേക്ക് കയറി. അപ്പോൾ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഒരു ചുമരിൽ പതിച്ചു. അവിടെ ഒരു കാര്യമുണ്ടായിരുന്നു. ചുമരിൽ കുട്ടിയുടെ കൈവിരൽ കൊണ്ട് വരച്ചതുപോലെ കുറേ വരകൾ. അതിനടിയിൽ ഒരു വാക്ക്: തുറക്കരുത്. ഞാൻ പിന്നോട്ട് മാറി. അപ്പോഴാണ് താഴത്തെ നിലയിൽ നിന്ന് ഒരു വാതിലടയുന്ന ശബ്ദം. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഓടി. പടികളിറങ്ങുമ്പോൾ എൻ്റെ പിന്നിലാരോ ഓടുന്നത് പോലെയുള്ള ശബ്ദം. ഞാൻ താഴെ എത്തി തിരിഞ്ഞു നോക്കി. ആരുമില്ല. പക്ഷെ കോറിഡോറിൻ്റെ അറ്റത്ത് ആ പുതിയതായി കണ്ടെത്തിയ മരവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ ഉറപ്പായി പറയാം, അത് വൈകുന്നേരം ഞങ്ങൾ അടച്ചതാണ്. ഞാൻ പതുക്കെ അതിൻ്റെ അടുത്തേക്ക് നടന്നു. വാതിലിൻ്റെ അപ്പുറത്ത് കനത്ത ഇരുട്ട്. ഞാൻ ഫോൺ ഫ്ലാഷ് ലൈറ്റ് അകത്തേക്ക് തെളിച്ചു. ഒരു ചെറിയ ഇടുങ്ങിയ പാസേജ്. അവസാനം ഒരു മുറി. അവിടെ നിന്നൊരു ശബ്ദം, വളരെ പതുക്കെ. ഒരു കുട്ടിയുടെ ശബ്ദം. ചേട്ടാ. ഞാൻ ആകെ ഫ്രീസായി. വീണ്ടും ശബ്ദം, ഇവിടെ വാ. അപ്പോഴാണ് എൻ്റെ ഫോൺ സ്ക്രീൻ സ്വയം ഓഫായത്. മുഴുവൻ വീടും ഇരുട്ടിലായി. പിന്നെ എൻ്റെ പിന്നിലാരോ വാതിലടച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. വാതിലടഞ്ഞു കിടക്കുന്നു. ഞാൻ ഹാൻഡിൽ പിടിച്ചു വലിച്ചു. തുറന്നില്ല. അകത്ത് നിന്ന് വീണ്ടും ആ കുട്ടിയുടെ ശബ്ദം. ഇനി അവർ നിന്നെയും ഇടവെക്കും. അപ്പോഴാണ് പാസേജിൻ്റെ അറ്റത്ത് നിന്ന് ഒരു പഴയ മരക്കസേര പതുക്കെ സ്വയം മുന്നോട്ട് നീങ്ങുന്നത് ഞാൻ കണ്ടത്. അത് എൻ്റെ നേരെ വരികയായിരുന്നു. കസേര എൻ്റെ നേരെ വരുന്നത് കണ്ടപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ മരവിച്ചു. തറയിൽ കസേരയുടെ കാലുകൾ ഉരയുന്ന ശബ്ദം മാത്രം. ഞാൻ പിന്നോട്ട് മാറി. അപ്പോഴാണ് എൻ്റെ പിന്നിലെ വാതിൽ പെട്ടെന്ന് തുറന്നത്. ഞാൻ തിരിഞ്ഞു നോക്കി. പുറത്ത് കോറിഡോർ. ഞാൻ ഒന്നും ചിന്തിക്കാതെ പുറത്തേക്ക് ഓടി. പടികളിറങ്ങി താഴെ എത്തിയപ്പോൾ ശ്വാസം നേരെയായത്. രാത്രി മുഴുവൻ ഞാൻ താഴത്തെ മുറിയിലാണ് ഇരുന്നത്. രാവിലെ വർക്കേഴ്സ് വന്നപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം തീരുമാനിച്ചു. ആ ചുമരിനുള്ളിലെ പാസേജ് ഇന്ന് തന്നെ പരിശോധിക്കണം. രാവിലെ എല്ലാവരും കൂടി ആ ഭാഗത്തേക്ക് പോയി. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ കണ്ട പാസേജ് ഇപ്പോൾ അവിടെ ഇല്ല. അതിനു പകരം ഒരു സോളിഡ് വാൾ മാത്രം. വർക്കർ ഷാജി ചുമരിൽ കൈകൊട്ടി തട്ടിക്കൊണ്ട് പറഞ്ഞു, സാർ, ഇതിനപ്പുറം പൊള്ളയാണ്. ഞങ്ങൾ ഡ്രില്ല് ഉപയോഗിച്ച് ചെറിയൊരു ഹോളുണ്ടാക്കി. അകത്ത് നിന്ന് തണുത്ത കാറ്റ് പുറത്തേക്ക് വന്നു. പിന്നെ ഒരു പഴയ മണവും, നനഞ്ഞ മണ്ണിൻ്റെയും പഴയ മരത്തിൻ്റെയും മണം. കുറച്ചുകൂടി പൊളിച്ചപ്പോൾ ഒരു ചെറിയ മുറി പുറത്തായി. മുറിക്കുള്ളിൽ പഴയ സാധനങ്ങൾ മാത്രം. ഒരു വുഡൻ ബോക്സ്, ഒരു പൊട്ടിയ കണ്ണാടി, 2 പഴയ കസേരകളും പിന്നെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ഒരു പഴയ ഫാമിലി ഫോട്ടോ. ഞാനതെടുത്തു. ഫോട്ടോയിൽ ആ തറവാട്ടിലെ പഴയ ഒരു കുടുംബം. ഏകദേശം 10 പേരുണ്ട്. പക്ഷേ എൻ്റെ ശ്രദ്ധ പോയത് ഒരു കുട്ടിയിലേക്കാണ്. ഏകദേശം 8 വയസ്സ്. വെള്ള ഷർട്ടും കറുത്ത ഷോർട്ട്സും. അവൻ ക്യാമറയിലേക്ക് നോക്കിയിരുന്നില്ല. അവൻ ഫോട്ടോയിൽ നിന്ന് പുറത്തേക്ക് ഞങ്ങളെയായിരുന്നു നോക്കുന്നത്. ഞാൻ ഫോട്ടോ താഴെ വെച്ചു. ഇവിടെ ആരും താമസിച്ചിരുന്നില്ലേ? പഴയ അയൽവാസിയായ ഒരു വയസ്സൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഫോട്ടോ കണ്ടപ്പോൾ പെട്ടെന്ന് നിശബ്ദനായി. ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ മുറി കാണിച്ചു. അയാളുടെ മുഖം മാറി. ഈ മുറി ഇത് വീണ്ടും തുറന്നോ? ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അയാൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു,
ഈ മുറി വർഷങ്ങളായി അടച്ചിട്ടതായിരുന്നു. എന്തിന്? അയാൾ നേരെ മറുപടി പറഞ്ഞില്ല. പകരം ഫോട്ടോയിൽ ആ കുട്ടിയെ ചൂണ്ടിക്കാട്ടി. അവൻ ഈ വീട്ടിൽ അവസാനമായി കാണാതായ കുട്ടിയായിരുന്നു. എൻ്റെ നെഞ്ചിലൂടെ ഒരു തണുപ്പ് കടന്നു. കാണാതായതോ? അയാൾ തലകുലുക്കി. ഒരു രാത്രി വീട്ടിൽ നിന്ന് കാണാതായി. പുറത്തേക്ക് പോയതിൻ്റെ ഒരു തെളിവും കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, പിന്നെ? അയാൾ പതുക്കെ പറഞ്ഞു. അവൻ അന്വേഷിച്ച് വീട്ടിലെല്ലാവരും പുറത്തു പോയപ്പോൾ ഈ മുറി അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഞാൻ വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കി, കുട്ടിയുടെ മുഖത്തേക്ക്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഫോട്ടോയിൽ അവൻ്റെ കയ്യിലൊരു ചെറിയ ഇരുമ്പ് താക്കോൽ ഉണ്ടായിരുന്നു. അതേ രൂപത്തിലുള്ളൊരു താക്കോൽ ആ മുറിയിലെ വുഡൻ ബോക്സിൻ്റെ മുകളിൽ കിടക്കുകയായിരുന്നു. ഞാൻ അതെടുത്ത് ബോക്സ് തുറന്നു. അകത്ത് പഴയ വസ്ത്രങ്ങളും പേപ്പറുകളും. അവയുടെ അടിയിൽ ഒരു ചെറിയ നോട്ട് ബുക്ക്. ആദ്യത്തെ പേജിൽ ഒരു തീയതി, 1987 ജൂലൈ 17. അതിനടിയിൽ കുട്ടിയുടെ കയ്യെഴുത്ത് പോലെ തോന്നുന്ന ഒരു വരിയും. അവർ വാതിലടച്ചാൽ ആരും എന്നെ പുറത്തെടുക്കില്ല. ഞാൻ അടുത്ത പേജ് തുറന്നു. അവിടെ ഒരേ ഒരു വാക്ക്, അമ്മ. അടുത്ത പേജിൽ അമ്മ ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ നോട്ട് ബുക്ക് അടച്ചു. അപ്പോഴാണ് മുറിയുടെ പുറത്തു നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം, വളരെ പതുക്കെ, മോനെ. ഞങ്ങളെല്ലാവരും വാതിലിലേക്ക് നോക്കി. കോറിഡോർ ശൂന്യമാണ്. വീണ്ടും ശബ്ദം, മോനെ വാതിൽ തുറക്ക്. അത് കേട്ടതും വയസ്സൻ പെട്ടെന്ന് പിന്നോട്ട് മാറി. അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഈ വീട്ടിൽ ഇനി രാത്രി ആരും നിൽക്കരുത്. പക്ഷെ അതിനു മുമ്പ് മുകളിലെ നിലയിൽ നിന്ന് ഒരു വലിയ ശബ്ദം. ഞങ്ങളെല്ലാവരും മുകളിലേക്ക് നോക്കി. അവിടെ ഇന്നലെ രാത്രി ഞാൻ കണ്ട അതേ കസേര പടിയുടെ മുകളിൽ കിടക്കുകയായിരുന്നു. അത് പതുക്കെ ഓരോ പടി വീതം താഴേക്കിറങ്ങാൻ തുടങ്ങി. കസേര പടികളിലൂടെ താഴേക്ക് വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും അനങ്ങാതെ നിന്നു. ഒരു പടി, അടുത്ത പടി. ആരും കസേര തള്ളുന്നില്ല. പക്ഷേ അത് പതുക്കെ താഴേക്ക് വരികയായിരുന്നു. അവസാനത്തെ പടിയിലെത്തിയപ്പോൾ കസേര നിശ്ചലമായി. ഷാജി ഭയത്തോടെ പറഞ്ഞു, സാർ, നമ്മൾ പുറത്തേക്ക് പോകാം. ഞാനും അത് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ കോൺട്രാക്ടർ ഷമീർ അപ്പോഴേക്കും പുറത്തേക്ക് ഓടിപ്പോയിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി മുറ്റത്തേക്ക് നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി. ഞാൻ കരുതി ഇതോടെ റിനോവേഷൻ നിർത്താം. പക്ഷേ വൈകുന്നേരം ഷമീർ എന്നെ വിളിച്ചു, ചേട്ടാ, നാളെ പണി തുടരണമെങ്കിൽ ആദ്യം ആ പഴയ മുറി ക്ലിയർ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്തിന്? അവൻ പറഞ്ഞു, ആ വാൾ പൊളിച്ചപ്പോൾ അകത്തൊരു സ്റ്റെയർ കേസ് കൂടി കാണുന്നുണ്ട്. ഞാൻ ഞെട്ടി. സ്റ്റെയർ കേസോ? അതെ, താഴേക്ക് പോകുന്നൊരു സ്റ്റെയർ കേസ്. ആ രാത്രി ഞാൻ വീട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ എൻ്റെ ബൈക്ക് സ്റ്റാർട്ടായില്ല. ബാറ്ററി ഉണ്ടായിരുന്നു, ഫ്യൂലുമുണ്ട്. എന്നിട്ടും സ്റ്റാർട്ടർ തിരിഞ്ഞില്ല. മെക്കാനിക്കിനെ വിളിക്കാൻ നെറ്റ്വർക്കും കിട്ടിയില്ല. അങ്ങനെ എനിക്ക് വീണ്ടും ആ തറവാട്ടിൽ തന്നെ താമസിക്കേണ്ടി വന്നു. രാത്രി 11 മണി. ഞാൻ താഴത്തെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. മുകളിലേക്ക് നോക്കാൻ പോലും ധൈര്യമില്ല. അപ്പോഴാണ് മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം. ഞാൻ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് പടികൾ കയറി. മുകളിലെ കോറിഡോറിൽ വെള്ളമൊന്നുമില്ല. പക്ഷേ ആ പഴയ മുറിയുടെ മുന്നിൽ നനഞ്ഞ കാൽപ്പാടുകൾ. ചെറിയ കാൽപ്പാടുകളാണ്, ഒരു കുട്ടിയുടേതുപോലെ. അവ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പിന്നെ കോറിഡോർ കടന്ന് പടികളിലേക്ക്. ഞാൻ അവ പിന്തുടർന്നു. കാൽപ്പാടുകൾ താഴേക്ക് പോയില്ല. അവ നേരെ ചുമരിനുള്ളിലെ പുതിയ പാസേജിലേക്ക് പോയി. ഞാൻ ഫ്ലാഷ് ലൈറ്റ് അകത്തേക്ക് തെളിച്ചു. ഇന്നലെ കണ്ട സ്റ്റെയർ കേസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ താഴെ നിന്ന് ഒരു മങ്ങിയ വെളിച്ചം കാണാം. ഞാൻ പതുക്കെ താഴേക്കിറങ്ങി. ഏകദേശം 10 പടികൾ ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ മുറിയിലെത്തി. മുറിയുടെ നടുവിൽ ഒരു പഴയ മേശ. അതിന് മുകളിൽ ഒരു കാസറ്റ് പ്ലെയറും. അതിനടുത്ത് തന്നെ ഒരു കാസറ്റുമുണ്ട്. ഞാനതെടുത്തു. കാസറ്റ് പ്ലെയർ എങ്ങനെയോ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പ്ലേ ബട്ടൺ അമർത്തി. ആദ്യം ഒരു നോയ്സ് മാത്രം, പിന്നെ ഒരു പുരുഷൻ്റെ ശബ്ദം. ഇവിടെ ആരും വരരുത്. ഞാൻ ശ്വാസം പിടിച്ചു കേട്ടു. അയാൾ തുടർന്നു, അവൻ അകത്ത് തന്നെയുണ്ട്. കുറച്ച് സെക്കൻഡ് സൈലൻസ്, പിന്നെ ഒരു കുട്ടിയുടെ കരച്ചിൽ. അച്ഛാ, വാതിൽ തുറക്ക്. എൻ്റെ കൈകൾ വിറച്ചു. അടുത്ത നിമിഷം കാസറ്റിൽ ഒരു വലിയ അടിയുടെ ശബ്ദം. പിന്നെ ആ പുരുഷൻ്റെ ശബ്ദം, നീ പുറത്തു വന്നാൽ ഈ കുടുംബം മുഴുവൻ നശിക്കും. അതിനുശേഷം വീണ്ടും നിശബ്ദത. ഞാൻ കാസറ്റ് പ്ലെയർ ഓഫ് ചെയ്തു.
അപ്പോൾ എൻ്റെ പിന്നിൽ ഒരു കുട്ടി നിന്നിരുന്നു. വെള്ള ഷർട്ടും കറുത്ത ഷോർട്ട്സും, കയ്യിൽ അതേ പഴയ ഇരുമ്പ് താക്കോൽ. അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, ചേട്ടാ, എന്നെ പുറത്തെടുക്കാൻ വന്നതാണോ? ഞാൻ പിന്നോട്ടേക്ക് മാറി. അവൻ കൈ ഉയർത്തി. അവൻ്റെ വിരലിൽ നിന്ന് താക്കോൽ താഴേക്ക് വീണു. അവൻ അപ്രതീക്ഷനായി. ഞാൻ ആ താക്കോലെടുത്തു. അപ്പോൾ എൻ്റെ കണ്ണ് മുറിയുടെ മറുവശത്തേക്ക് പോയി. അവിടെ ഒരു വലിയ ഇരുമ്പ് വാതിൽ. അതിൽ പഴയ പെയിൻറ് കൊണ്ട് എഴുതിയിരുന്നു, അകത്ത് വരരുത്. പക്ഷെ വാതിലിൻ്റെ ലാച്ച് ഇതിനകം തുറന്നിരുന്നു. വാതിലിന് മുന്നിൽ ഞാൻ കുറച്ചു നേരം അനങ്ങാതെ നിന്നു. അകത്തുനിന്ന് തണുത്ത കാറ്റെൻ്റെ മുഖത്തേക്ക് അടിച്ചു. കയ്യിലുണ്ടായിരുന്ന താക്കോൽ നോക്കി. ഇതുകൊണ്ടാണ് ഈ വാതിൽ തുറക്കുന്നത്? എനിക്ക് തിരിച്ചു പോകണമെന്ന് തോന്നി. പക്ഷേ അപ്പോഴാണ് വാതിലിനുള്ളിൽ നിന്ന് വീണ്ടും ആ കുട്ടിയുടെ ശബ്ദം. ചേട്ടാ, ഞാൻ കണ്ണടച്ചു. എന്താ? കുറച്ചു നേരം നിശബ്ദത. പിന്നെ, വാതിൽ തുറക്കൂ, എനിക്ക് പേടിയാ. ആ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടി സഹായം ചോദിക്കുന്നത് പോലെ. ഞാൻ താക്കോൽ ലാച്ചിലിട്ടു. വാതിൽ തുറന്നു. അകത്തൊരു ചെറിയ മുറി. പക്ഷേ ആ മുറി കണ്ടപ്പോൾ തന്നെ എൻ്റെ ശരീരം തണുത്തുപോയി. ചുമരുകളിൽ മുഴുവൻ കുട്ടികളുടെ കൈകൊണ്ട് വരച്ച വരകൾ. ഒരു കോണിൽ പഴയ കട്ടിൽ, മറ്റൊരു കോണിൽ ഒരു ചെറിയ വുഡൻ ചെയർ. കട്ടിലിൻ്റെ മുകളിൽ ഒരു പഴയ ബ്ലാങ്കറ്റും. അവിടെ വർഷങ്ങളായി ആരും താമസിച്ചിട്ടില്ലെന്ന് വ്യക്തമായിരുന്നു. പക്ഷേ കട്ടിലിന് മുകളിലെ ബ്ലാങ്കറ്റ് ഇപ്പോഴും ചൂടായിരുന്നു. ഞാൻ കൈവച്ച് നോക്കി. എൻ്റെ വിരലുകൾ പിൻവലിച്ചു. അതെങ്ങനെ സാധിക്കും? അപ്പോഴാണ് എൻ്റെ പിന്നിലെ വാതിൽ പതുക്കെ അടയാൻ തുടങ്ങിയത്. ഞാൻ ഓടി വാതിലിലേക്ക് ചെന്നു. പക്ഷെ അതിനു മുമ്പ് വലിയൊരു ശബ്ദത്തോടെ വാതിലടഞ്ഞു. ഞാൻ ലാച്ച് വലിച്ചു നോക്കി. തുറന്നില്ല. തുറക്ക്, ഞാൻ ശക്തിയായി അടിച്ചു. ആരെങ്കിലും ഉണ്ടോ? പുറത്തു നിന്ന് ആരും മറുപടി പറഞ്ഞില്ല. പെട്ടെന്ന് മുറിയിലെ ഇരുട്ടിൽ നിന്ന് ഒരു ശബ്ദം, ഒരു കരച്ചിൽ. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ആ ഭാഗത്തേക്ക് തിരിച്ചു. കട്ടിലിനടിയിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ഞാൻ പതുക്കെ താഴേക്ക് കുനിഞ്ഞു. കട്ടിലിനടിയിൽ ഒരു പഴയ ഫോട്ടോഗ്രാഫ്. ഞാൻ അതെടുത്തു. ഫോട്ടോയിൽ അതേ കുട്ടി. പക്ഷെ ഇത്തവണ അവൻ ഒറ്റക്കല്ല. അവൻ്റെ പിന്നിലൊരു സ്ത്രീ. അവളുടെ മുഖം മുഴുവൻ സ്ക്രാച്ച് ചെയ്തു പോയിരുന്നു. ഫോട്ടോ മറിച്ചു നോക്കി. പിന്നിൽ എഴുതിയിരുന്നു, അവൻ പോയിട്ടില്ല, അവൻ്റെ അമ്മയും പോയിട്ടില്ല. ഞാൻ ഫോട്ടോ താഴെ ഇട്ടു. അപ്പോഴാണ് എൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയത്. ഞാൻ ഫോട്ടോ താഴെ ഇട്ടു. അപ്പോഴാണ് എൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയത്. ഞാൻ പതുക്കെ തിരിഞ്ഞു. ആ സ്ത്രീ, വെള്ള സാരി, മുഖം താഴേക്ക്, മുടി മുഴുവൻ മുഖം മറച്ചിരിക്കുന്നു. അവളൊന്നും പറഞ്ഞില്ല. ഞാൻ വാതിലിലേക്ക് ഓടി. അപ്പോഴാണ് അവൾ പറഞ്ഞത്, എൻ്റെ മകനെ നീ എന്തിനാണ് ഉണർത്തിയത്? ഞാൻ ഫ്രീസായി. ഞാനൊന്നും ചെയ്തില്ല. അവൾ തല പതുക്കെ ഉയർത്തി. മുഖം കാണുന്നതിന് മുമ്പ് മുറിയിലെ ലൈറ്റ് പെട്ടെന്ന് തെളിഞ്ഞു. മൂന്നാമത്തെ സെക്കൻഡിൽ അവളില്ലായിരുന്നു. വാതിൽ തുറന്നു കിടക്കുന്നു. ഞാൻ പുറത്തേക്ക് ഓടി. പാസേജ് വഴി മുകളിലേക്ക് കയറി. പക്ഷെ മുകളിലെത്തിയപ്പോൾ കോറിഡോർ മുഴുവൻ മാറിയിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന ഫർണിച്ചർ ഒന്നുമില്ല. ചുമരുകൾ പുതിയത്, വെളിച്ചം തെളിഞ്ഞിരിക്കുന്നു. അത് റിനോവേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള പഴയ വീടായിരുന്നില്ല. ഞാൻ മറ്റൊരു സമയത്തായിരുന്നു. കോറിഡോറിൻ്റെ അറ്റത്ത് നിന്ന് ആളുകളുടെ ശബ്ദം. ഒരു സ്ത്രീ കരയുന്നു. ഒരു പുരുഷൻ ദേഷ്യത്തോടെ സംസാരിക്കുന്നു. ഞാൻ പതുക്കെ അവിടേക്ക് നടന്നു. ഒരു മുറിയുടെ വാതിൽക്കലെത്തി. അകത്ത് ആ ഫോട്ടോയിലുള്ള കുട്ടി. അവൻ കരയുകയാണ്. അവൻ്റെ അമ്മ അവനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അവളുടെ മുന്നിലൊരു പുരുഷൻ. അവൻ കോപത്തോടെ പറയുന്നു, ഈ വീടിൻ്റെ കാര്യം പുറത്തു പറഞ്ഞാൽ എല്ലാവരും നശിക്കും. ഞാനൊന്നും മനസ്സിലാകാതെ നോക്കി നിന്നു. അപ്പോഴാണ് ആ പുരുഷൻ എൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞത്. അവൻ എന്നെ കണ്ടു. അവൻ്റെ മുഖത്ത് ഭയം വന്നു. പിന്നീട് അവൻ പറഞ്ഞു, നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. അടുത്ത നിമിഷം എൻ്റെ പിന്നിൽ നിന്നാരോ എൻ്റെ തോളിൽ പിടിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. അതേ കുട്ടി. പക്ഷേ ഇത്തവണ അവൻ്റെ കണ്ണുകൾ മുഴുവൻ കറുപ്പ്. അവൻ എൻ്റെ ചെവിക്കടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇനി നീയാണ് ഈ വീടിൻ്റെ കാവൽക്കാരൻ. അതിനുശേഷം എല്ലാം ഇരുട്ടിലായി. പിന്നീട് രാവിലെ പണിക്കാരെല്ലാം വന്നു. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. ഞാൻ ആ റിനോവേഷൻ വർക്ക് അവിടെ ഉപേക്ഷിച്ച് വേറൊരു കോൺട്രാക്ടർക്ക് കൈമാറി. പിന്നീട് ഒരിക്കലും ഞാൻ രാത്രി
ഇതുപോലുള്ള പഴയ തറവാട് വീടുകൾ റിനോവേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. അവസാനിച്ചു.